അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ഗെരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം യഹോവ അവന് മാമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപ്പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയന് കടന്നു പോകരുത് എന്ന് അബ്രഹാം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അബ്രഹാം അവർക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ ഇവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. അബ്രഹാമും സാറായും വയസ്സു ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നു പോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നുവെന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ 15-ാം വാക്യം വരെയുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് തുടർന്ന് സംസാരിക്കുകയാണ്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിനോട്, സോദോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. അബ്രഹാം ദൈവത്തോട് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിനായി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യത്തിൽ 10 പേരെ സോദോമിൽ നീതിമാന്മാരായി കണ്ടാൽ സോദോം ഗോമോറയെ നശിപ്പിക്കുകയില്ല എന്ന് യഹോവ അബ്രഹാമിന് വാക്ക് കൊടുക്കുന്നുണ്ട്. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. ഇതെല്ലാം ഞാനിവിടെ വിവരിച്ചത് അബ്രഹാമിന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം മനസ്സിലാകുവാനാണ്. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വരും, അപ്പോൾ സാറയ്ക്കൊരു മകൻ ജനിക്കും എന്ന് യഹോവ അബ്രഹാമിനോട് പറയുമ്പോൾ സാറയ്ക്ക് 90 വയസ്സ് അടുത്തു എന്ന് ഓർക്കണം. തന്നെയുമല്ല, അബ്രഹാമിന് 100 വയസ്സ് അടുത്തു. 2 പേരും വയസ്സ് ചെന്ന് വൃദ്ധരായി തീർന്നുവെന്ന് നാം കേട്ടു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ നാം വായിക്കുന്നത് ഗെരാർ രാജാവായ അബീമേലെക്ക് വൃദ്ധയായ സാറയെ പിടിച്ചുകൊണ്ട് പോയി എന്ന വാർത്തയാണ്. വൃദ്ധ എന്ന വാക്ക് ഈ ഭാഗത്ത് ഞാൻ ചേർത്തു എന്നേയുള്ളൂ. വൃദ്ധ തന്നെയായിരുന്നു ആ സമയത്ത് സാറ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം സാറ സമ്പാദിച്ചിരുന്നു. അടുത്ത വർഷം ഞാൻ വരുമ്പോൾ സാറ ഒരു മകനെ പ്രസവിക്കും എന്ന്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കർത്താവിന് ഭോഷ്കു പറയുവാൻ കഴിയാത്തവൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവ സാറയ്ക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറുവാൻ തക്കവണ്ണം അവളുടെ യൗവനം കർത്താവ് പറഞ്ഞ സമയം മുതൽ തന്നെ പുതുകുവാൻ തുടങ്ങിയിരുന്നു. വൃദ്ധയായിരുന്ന സാറ ഇപ്പോൾ സുന്ദരിയായൊരു യുവതിയെ കാണുന്നത് പോലെ തന്നെ ആയിത്തീർന്നു.
അതുകൊണ്ടാണ് 90 വയസ്സുള്ള വലിയമ്മച്ചിയെ ഗെരാർ രാജാവായ അബീമേലെക്ക് പിടിച്ചുകൊണ്ടുപോയത്. ചില വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് സാറായെ പിടിച്ചുകൊണ്ടുപോയത് രാഷ്ട്രീയ ആവശ്യത്തിനായിരുന്നു എന്നാണ്. അതായത് ശക്തനായ അബ്രാഹാമുമായി രാഷ്ട്രീയ സംഖ്യത ഉണ്ടാക്കുവാൻ അബ്രാഹാം വഴങ്ങുന്നതിന് വേണ്ടി അബ്രാഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് അവർ പറയുന്നു. എന്നാൽ അബീമേലെക്കിന് യഹോവ കൊടുത്ത ദർശനത്തിൽ ദൈവത്തോട് അബീമേലെക്ക് പറയുന്നത് അവൾ അബ്രാഹാമിൻ്റെ സഹോദരി എന്ന് പറഞ്ഞു എന്നാണ്. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല എന്ന്. എന്തുകൊണ്ട് ചെന്നിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവിടെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടുത്തു എന്ന് യഹോവ അബീമേലെക്കിനോട് പറയുന്നുണ്ട്. അബീമേലെക്ക് അബ്രാഹാമിൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയി എങ്കിലും അബ്രഹാം പ്രതികരിക്കുന്നതായി നാം ആ ഭാഗങ്ങളിൽ കാണുന്നില്ല. എന്നാൽ സൊദോം ഗോമോറയിൽ താമസിക്കുന്ന തൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ തൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളായ 318 പേരെയും ചില നാട്ടുകാരെയും കൂട്ടി 4 രാജാക്കന്മാരെ പിന്തുടർന്ന് പരാജയപ്പെടുത്തിയ ചരിത്രം അബ്രഹാമിനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അവൻ പ്രതികരിക്കുന്നില്ല. പരാതി കൊടുക്കേണ്ടത് രാജാവിൻ്റെ കയ്യിലാണ്. താൻ ആ ദേശത്ത് പരദേശിയാണ്. തൻ്റെ സ്വഭാവം താൻ ചെന്ന് പാർക്കുന്ന ദേശത്തോട് നീതിയോടെ ഇടപെടുക എന്നതാണ്. എല്ലാ കാലത്തും ദൈവഭയവും മാന്യതയും കൈവിടാതെ സൂക്ഷിക്കുന്നവനായിരുന്നു അബ്രഹാം. രാജാവാണ് സാറയെ കൊണ്ടുപോയത് എന്നതിനാൽ അവളെ രക്ഷിക്കുവാൻ ഒരു മാർഗവും കാണുന്നില്ല. ദൈവവുമായി അബ്രഹാമിനുണ്ടായിരുന്ന ബന്ധം വളരെ ശക്തമാണ്. എന്നിട്ടും അവനിപ്പോൾ വലിയ കഷ്ടതയിൽ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പ്രതികരിക്കുവാൻ കഴിയാത്ത പ്രതികൂലത്തിലാണോ ജീവിക്കുന്നത്? അബ്രഹാം ചെയ്തതുപോലെ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ കാര്യം പറയൂ. പരിഹാരം നിശ്ചയമാണ്. അബ്രഹാം നേരെ ദൈവസന്നിധിയിൽ ചെന്നു. അപ്രകാരം അവിടെ എഴുതിയിട്ടില്ല എങ്കിലും ദൈവത്തെ അനുസരിക്കുന്നവനും വിശ്വസിക്കുന്നവനും ദൈവഭയം ഉള്ളവനും ആയ അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ ദൈവം അവനോട് എന്തെങ്കിലും സംസാരിച്ചുവോ എന്നതിന് ബൈബിളിൽ തെളിവുകളില്ല. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടിയും കർത്താവ് തരികയില്ല. കർത്താവിൻ്റെ സ്വഭാവം അപ്രകാരമാണ്. അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരില്ല എന്നല്ല. കാരണം ദൈവം അബ്രഹാമിനോട് സംസാരിക്കാതെ അബീമേലെക്കിൻ്റെ അടുക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് അബ്രഹാമിൻ്റെ വീട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നീണ്ട നിര തന്നെയായിരുന്നു. അതെ, അബീമേലെക്കിൻ്റെ ഉറക്കം കെടുത്തുന്ന വാക്കുകളായിരുന്നു ദൈവം അവനോട് പറഞ്ഞത്. സാറ ഒരു പുരുഷൻ്റെ ഭാര്യയും ആ പുരുഷനൊരു പ്രവാചകനുമാണെന്നാണ് യഹോവയായ ദൈവം അബീമേലെക്കിനോട് പറഞ്ഞത്. തന്നെയുമല്ല, നീ അവൻ്റെ ഭാര്യയെ തിരികെ കൊടുക്കാതിരുന്നാൽ മരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ദൈവം അവന് കൊടുത്തു. മറ്റാര് ഭയപ്പെടുത്തിയാലും അബീമേലെക്ക് പേടിക്കുകയില്ല. എന്നാൽ തൻ്റെ ഭവനത്തിലുള്ള പ്രസവിക്കുവാൻ സമയമായ സ്ത്രീകളുടെ ഗർഭം അടച്ചു കളഞ്ഞ യഹോവ അവനോട് പറഞ്ഞാൽ അവന് പേടിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെക്കാൾ ശക്തന്മാർ നമ്മോട് പൊരുതുവാൻ വരുമ്പോൾ നാം തന്നെ യുദ്ധം ചെയ്യാതെ കർത്താവിനോട് നാം നിലവിളിക്കാമെങ്കിൽ നമുക്കും നമ്മെ ഞെരുക്കുന്നവർക്കും ഒരുപോലെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യമാണ് അബ്രഹാമിൻ്റെയും ഗെരാർ രാജാവായ അബീമേലെക്കിൻ്റെയും സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ എന്ന്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ മക്കളായി തീരുവാൻ തന്നെ നാം അവരെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് നല്ലവരുടെ മേലും പാപം ചെയ്യുന്നവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ഭൂമിയിലെ എല്ലാ നന്മകളും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു. കാരണം അവൻ സൽഗുണപൂർണൻ ആകുന്നു. ആകയാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണർ ആയിത്തീരാം. എന്നാൽ അബീമേലെക്കിനെ പോലുള്ളവർ ഏതെല്ലാം തിന്മ നമുക്കെതിരെ ചെയ്താലും നാം ദൈവമക്കളാണ്, ദൈവമകളാണ്, ദൈവമകനാണ് എന്ന് ദൈവം തന്നെ
നമുക്ക് വേണ്ടി അവരോട് സംസാരിക്കും. നാം ദേശത്ത് മാനിക്കപ്പെടുകയും ചെയ്യും. നമ്മെ ഉപദ്രവിക്കുന്നവർ പോലും ദൈവമക്കളായി തീരും. ആകയാൽ ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുകയും അനേകരെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുകയും നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അബ്രഹാമിനെ പോലെ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് പ്രതിസന്ധി മാറ്റി കൊടുക്കണമേ. സമാധാനവും സന്തോഷവും കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.